യെസ്, കോട്ട മൈതാനത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് പൊതുസമ്മേളനം. നമുക്ക് അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ആദ്യം പ്രധാനമന്ത്രി പാലക്കാടാണ് എത്തുന്നത്. അവിടെ പൊതുസമ്മേളനം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും തൃശ്ശൂരേക്ക് പോകുന്നത്. എന്തായാലും കോട്ട മൈതാനത്ത് നിന്നുള്ള ആ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അനഘ? രാഖി, രോഹിണി, പാലക്കാട്ട് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആവേശത്തിലാണ്. കാരണം പ്രധാനമന്ത്രി ഇന്ന് പാലക്കാടിൻ്റെ മണ്ണിലേക്ക് എത്തുകയാണ്. എൻഡിയുടെ തെരഞ്ഞെടുപ്പ് ആവേശത്തിന് ഊർജം പകരാൻ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ വരവ് എന്നുള്ളതാണ്. ഈ പാലക്കാടിനെ സംബന്ധിച്ച് ഈ കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് ഈ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രാധാന്യമുള്ള മണ്ണാണ്. ഈ എൻഡിയെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച് ചരിത്ര താമര വിരിയും ഈ വർഷം ഈ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് എന്നുള്ളത്. അതിൻ്റെ ആത്മവിശ്വാസം അത് ഊട്ടി ഉറപ്പിക്കാൻ കൂടി കഴിയുന്ന രീതിയിലാണ് പ്രധാനമന്ത്രിയുടെ വരവ് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പാലക്കാട്ടെ ജനങ്ങളെ സംബന്ധിച്ച് അവരും വലിയ ആവേശത്തിലാണ്. ഇപ്പോൾ തന്നെ ഈ കോട്ട മൈതാനി പരിസരത്തേക്കൊക്കെ തന്നെ കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. നമുക്ക് ഒപ്പം ഈ പ്രദേശത്തെ കുറച്ച് ആളുകൾ ചേരുന്നുണ്ട്. പ്രധാനമന്ത്രി ഇന്ന് പാലക്കാട് എത്തുകയാണ്. എങ്ങനെയുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ആവേശമൊക്കെ? എല്ലാവരുടെയും ആവേശമുണ്ട്. കാരണം നമുക്കറിയാം പാലക്കാട് ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലമാണ്. പാലക്കാട് ചൂടിനോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളും അതിനോട് ചൂടാണ്, ജനങ്ങൾ അതിനോടൊപ്പം നിൽക്കുന്നു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി വരിക എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ പ്രധാനമന്ത്രി പാലക്കാട് വരുമ്പോൾ എല്ലാവർക്കും അതിൻ്റേതായ ആവേശമുണ്ട്. ഇറസ്പെക്റ്റീവ് പൊളിറ്റിക്സ്, രാഷ്ട്രീയമല്ലാതെ തന്നെ പ്രധാനമന്ത്രിയെ വരാനുള്ള വരവേൽക്കാനുള്ള ആവേശമുണ്ട്. പക്ഷേ രാഷ്ട്രീയമായിട്ട് നമ്മളതിനെപ്പറ്റി പറയാം. കാരണം ഞങ്ങളുടെ ഒരു ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി അല്ല. ഞാൻ നേരത്തെ എല്ലാവരുടെയും പറഞ്ഞിട്ടുണ്ട്, വാക്കേഴ്സ് ക്ലബ്ബാണ്. ആരോഗ്യം മാത്രം പരിപാലിക്കുന്നതും ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും പ്രായഭേദമന്യേ, ജാതി വ്യത്യാസമന്യേ, വിദ്യാഭ്യാസം ക്ലബിനകത്ത് പല പല രാഷ്ട്രീയത്തിലുള്ള ആളുകളായിരിക്കും. രാഷ്ട്രീയക്കാരുണ്ട്, സ്ഥാനാർത്ഥികൾ വരെയുണ്ട്, കണ്ടസ്റ്റ് ചെയ്ത സ്ഥാനാർത്ഥികൾ വരെ ഇവിടെയുണ്ട്. പക്ഷേ എന്താ കാര്യം ചോദിച്ചാൽ, അവർക്കൊക്കെ വ്യക്തിപരമായ രാഷ്ട്രീയം ഉണ്ടെങ്കിലും ക്ലബിന് രാഷ്ട്രീയമില്ല എന്നുള്ളൊരു സത്യമാണ്. നിങ്ങളൊക്കെ ഇന്ന് രാവിലെ ഇങ്ങനെ മോർണിംഗ് വാക്കിന് ഇറങ്ങുകയാണ്. ഇനിയിപ്പം 2 മണിയോടെയാണ് പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ ആ പരിസരത്ത് ഉണ്ടാവുമല്ലേ? ഞങ്ങളെല്ലാം ഇവിടുത്തെ നാട്ടുകാരാണ്. ഞങ്ങളുടെ പ്രസിഡന്റാണ് മുഹമ്മദ് കാസിം, അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇത് ഞങ്ങളുടെ സെക്രട്ടറിയാണ്, അദ്ദേഹം രാജേഷ് കുമാർ അഡ്വക്കേറ്റാണ്. ഇതെല്ലാവരും എല്ലാവരും നല്ല ഇവിടെ രാഷ്ട്രീയമില്ല. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ അവരൊരു രാഷ്ട്രീയം കളിക്കും. 5 വർഷമായിട്ട് 4 തെരഞ്ഞെടുപ്പ് നേരിട്ട ആളുകളാണ്. ഒരു വർഷം ഉൾപ്പെടെ. അപ്പൊ ഇത്രയും അനുഭവമുള്ള ഒരു ജനങ്ങൾ വേറെ എവിടെ ഉണ്ടായില്ല. മനസ്സിലായി? ഇവിടുത്തെ പത്ത് പറഞ്ഞ എല്ലാ നേതാക്കന്മാരും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. മനസ്സിലായി? പാലക്കാടിന്റെ പ്രത്യേകത എല്ലാവരും സ്വീകരിക്കുകയും എല്ലാവരെയും നല്ല രീതിയിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു ജനതയാണ്. അത് തന്നെയാണ് രാഖി, രോഹിണി ഇവർ പറഞ്ഞു വെക്കുന്നത്. ഈ പാലക്കാടിനെ സംബന്ധിച്ച് എല്ലാം സ്വീകരിക്കുന്ന ഒരു മണ്ണ് കൂടിയാണ് എന്നുള്ളതാണ്. എൻഡിഎയെ സംബന്ധിച്ച് ഒരു പോരാട്ടം നടക്കുന്ന, ഒരു ചരിത്രപരമായ ഒരു പോരാട്ടം നടക്കുന്ന മണ്ണ് കൂടിയായി പാലക്കാടിൻ്റെ മണ്ണ് മാറുകയാണ് എന്നുള്ളതാണ്. ഇനി അല്പസമയത്തിനകം തന്നെ, ഇതിനോടകം തന്നെ, ഇപ്പോൾ രാവിലെ ഒരു 8 മണിയോടെ അടുക്കുന്ന മാത്രമാണുള്ളത്. പക്ഷേ ഈ സമയത്ത് പോലും ഈ കോട്ട മൈതാനി പരിസരത്തേക്കൊക്കെ ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയെ, ആ യുഗപുരുഷനെ ഒരു നോക്ക് കാണാൻ ഈ പാലക്കാടിൻ്റെ മണ്ണിലെത്തുമ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ പ്രധാനമന്ത്രിയെ കാണാതെ ഇവിടെ നിന്ന് മടങ്ങുക, അല്ലെങ്കിൽ ഒരു നോക്കെങ്കിലും കാണാനുള്ള ഒരു അവസരം ഉണ്ടായാൽ അതെങ്ങനെയാണ് മിസ്സാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കം ഇപ്പോൾ തന്നെ ഈ കോട്ട മൈതാനി പരിസരത്തേക്കൊക്കെ എത്തിത്തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇനി അല്പസമയം കഴിഞ്ഞാൽ ഇവിടെ കൊടും ചൂടാണ് എന്നുള്ളതാണ്. അതൊക്കെ വകവെച്ചുകൊണ്ട് തങ്ങൾ പ്രധാനമന്ത്രിയെ കാണാൻ ഇവിടെ എത്തും എന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് ചൂടിനൊപ്പം പ്രധാനമന്ത്രി ഈ പാലക്കാടിൻ്റെ മണ്ണിലേക്ക് എത്തുന്നതിൻ്റെ ഒരു വലിയ ആവേശം കൂടി ഇവിടെയുള്ള ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അനഘ സൂചിപ്പിച്ചതുപോലെ നല്ല ചൂടാണ് പാലക്കാട് അല്ലേ? ആ ചൂടിനെയെല്ലാം മറികടന്നുകൊണ്ട് ഒരുപക്ഷെ അവരുടെ മനസ്സിൽ രാഷ്ട്രീയമുണ്ട്, കൃത്യമായ രാഷ്ട്രീയമുണ്ട്. പക്ഷേ അത് തുറന്നു പറയാൻ അവർ മടി കാണിച്ചാൽ പോലും പ്രധാനമന്ത്രിയുടെ പേര് പറയാൻ അവർക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളത് തീർച്ചയായും ചില സൂചനകൾ നൽകുന്നുമുണ്ട്.